ആരോഗ്യപൂർണമായ സ്ത്രീ ജീവിതത്തിന്. ആയുർവേദ വകുപ്പും റേഡിയോ മാറ്റുലിയും സംയുക്തമായി അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി. തന്മയിലേക്ക് സ്വാഗതം. ഇന്നത്തെ തന്മയിൽ PCOD ഉള്ളവരിലെ ഡീടോക്സിഫിക്കേഷന്റെ പ്രാധാന്യത്തെക്കുറിച്ച് കേൾക്കാം. വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് മാനന്തവാടി W ആയുർവേദ സ്ത്രീരോഗ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലെ ഡോക്ടർ ശ്രുതി EJ. നമസ്കാരം, എല്ലാവർക്കും തന്മയിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ ശ്രുതി EJ. ഡീടോക്സിഫിക്കേഷൻ എന്ന് വളരെ പരിചിതമായൊരു വാക്കാണ്. അപ്പോൾ നമ്മൾ PCODയെ പറ്റിയാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. PCODയിൽ ഡീടോക്സിഫിക്കേഷന് സഹായിക്കുന്ന 2 പ്രധാന കാര്യങ്ങളെപ്പറ്റിയാണ് ഞാൻ നിങ്ങളോടൊന്ന് പറയാൻ പോകുന്നത്. PCODയിൽ എന്നല്ല, ഏത് രോഗാവസ്ഥയിലും, രോഗമില്ലാത്ത അവസ്ഥയിൽ പോലും ഡീടോക്സിഫിക്കേഷന് വളരെ പ്രാധാന്യമുണ്ട്. നമ്മുടെ ഇന്നത്തെ ജീവിത രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ശരീരത്തിലെ മാലിന്യങ്ങളെ കൃത്യമായി പുറന്തള്ളുന്നതിനും അതുപോലെ ഓരോ സെല്ലിലും വരുന്ന മോശമായ ചേഞ്ചസ്, നമ്മുടെ പ്രായം കൊണ്ടും നമ്മുടെ ജീവിത രീതി കൊണ്ടും വരാവുന്ന അസുഖത്തിലേക്ക് നയിക്കാവുന്ന മാറ്റങ്ങളെ തിരിച്ച് കറക്റ്റ് ചെയ്യപ്പെടുന്നതും എല്ലാം ഈ ഡീടോക്സിഫിക്കേഷൻ വഴിയാണ്. PCODയിൽ പ്രധാനമായും ഒരുപാട് ഹോർമോണുകൾ താളം തെറ്റിയിരിക്കുന്ന അവസ്ഥയുള്ളത് കൊണ്ട് തന്നെ ആ ഹോർമോണുകളെ ബാലൻസ് ചെയ്യാനും വെയിറ്റ്, ശരീരഭാരം അമിതമായി കൂടാതെ നിയന്ത്രിക്കാനും എല്ലാം ഡീടോക്സിഫിക്കേഷന് കൃത്യമായ പങ്ക് വഹിക്കാനാകും. അപ്പോൾ പ്രധാനപ്പെട്ട 2 നാച്ചുറൽ ഡീടോക്സിഫിക്കേഷൻ മെത്തേഡ് നമുക്ക് PCODയിൽ ഉപയോഗിക്കാവുന്ന 2 കാര്യങ്ങളാണ്. ഒന്നാമത്തത് സ്വെറ്റിംഗ്. നമുക്കറിയാം, വിയർക്കലിൻ്റെ ഒരു പ്രാധാന്യം. വിയർക്കൽ എന്ന ഒരു പ്രക്രിയ ശരീരത്തിന് കൊടുക്കുന്ന ഒരുപാട് ഗുണങ്ങളെപ്പറ്റി നമുക്ക് ഏവർക്കും അറിയാം. വിയർക്കൽ പലതരത്തിലാവാം. ഫിസിക്കൽ എക്സസൈസ് ചെയ്തിട്ടാകാം, ട്രീറ്റ്മെൻറ്റ് വഴി നമ്മൾ സ്റ്റീം ബാത്ത്, ആവിക്കുളി എന്നൊക്കെ പറയുന്ന അത്തരത്തിൽ ശരീരത്തിന് പുറമേ നിന്ന് ടെമ്പറേച്ചർ കൂട്ടിക്കൊടുത്ത് ശരീരത്തെ വിയർപ്പിക്കുന്നതാവാം. അത് ഫിസിക്കൽ എക്സസൈസ് വഴി നമ്മളൊരു കൃത്യമായ എക്സസൈസ്, കൃത്യമായ ശാരീരിക അധ്വാനം വഴി വിയർക്കുന്നതിന് ഒരുപാട് മെച്ചങ്ങൾ അധികമുണ്ട്. അപ്പോൾ എന്നും ഒരു അരമണിക്കൂറെങ്കിലും ശരീരത്തെ വിയർപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അത് ഒരു മണിക്കൂർ നടക്കലാകാം, ഒരു 20-30 മിനിറ്റ്സ് എയറോബിക് എക്സസൈസുകളാവാം, പലതരത്തിൽ നമ്മൾ റൂമിൻ്റെ ഉള്ളിൽ നിന്ന് ചെയ്യാവുന്ന എക്സസൈസുകളാകാം, ഒരു 45 മിനിറ്റ്സ് യോഗ പോലെയുള്ള കുറച്ച് പതുക്കെ ചെയ്യാവുന്ന എക്സസൈസ് കുറച്ച് അധിക നേരം ചെയ്യുന്നതാകാം. ഇതെല്ലാം കൊണ്ട് ഒരു നോർമൽ വ്യക്തിക്ക് ശരീരത്തിന് ആവശ്യമായ ഒരു വിയർക്കൽ എന്ന കൊണ്ട് കിട്ടുന്നതാണ്. പ്രത്യേകിച്ചും തണുപ്പുള്ള കാലാവസ്ഥയിൽ കഴിയുന്നവരും പകൽ സമയം മുഴുവൻ AC-യിൽ, ഓഫീസ് റൂമുകളിലൊക്കെ കഴിച്ചു കൂട്ടുന്നവരും കൃത്യമായ ഒരു ഡെയിലി റൂട്ടീൻ്റെ ഭാഗമായിട്ട് തന്നെ ഇത്തരം എക്സസൈസുകൾ വഴി ശരീരത്തെ വിയർപ്പിക്കുക എന്നതിന് വളരെയധികം പ്രാധാന്യം കൊടുക്കണം. അത് പലതരം ജീവിതശൈലി രോഗങ്ങളെ അകറ്റി നിർത്താൻ നമ്മളെ സഹായിക്കും. എന്തൊക്കെയാണ് സ്വെറ്റിങ്ങിൻ്റെ മെച്ചങ്ങൾ? അത് ശരീരത്തിലാകമാനമുള്ള രക്തയോട്ടം, സർക്കുലേഷൻ കൂട്ടുന്നത് കൊണ്ട് തന്നെ അത് ഡീടോക്സിഫിക്കേഷൻ, ഓരോ സെല്ലിലെയും ഓരോ കോശത്തിലെയും മാലിന്യങ്ങളെ പുറന്തള്ളാൻ ശരീരത്തിന് കുറച്ചുകൂടെ എളുപ്പത്തിൽ സാധ്യമാകുന്നു. അതുപോലെ വിയർക്കുന്നത് മൂലം നമ്മുടെ സ്കിന്നിൻ്റെ ടെക്സ്ചർ, സ്കിന്നിൻ്റെ സ്മൂത്ത്നെസ് എല്ലാം മാറുന്നു. പ്രത്യേകിച്ച് PCODയിൽ ഒരുപാട് സ്കിൻ പ്രോബ്ലംസ് എപ്പോഴും അധികമായി കാണാറുണ്ട്. മുഖക്കുരു പോലെ കറുത്ത പാടുകൾ, കഴുത്തിലും മറ്റു ഭാഗങ്ങളിലുമുള്ള വളരെ കട്ടി കൂടിയ കറുത്ത പാടുകളെല്ലാം PCODയിൽ പ്രധാനമാണ്. അപ്പോൾ ഇത്തരത്തിൽ സ്കിന്നിൻ്റെ ആരോഗ്യത്തെ കുറച്ചുകൂടി നല്ല രീതിയിൽ പ്രവർത്തിപ്പിക്കാൻ ഈ വിയർപ്പിക്കലിനാകും. അതുപോലെ എപ്പോഴും നമ്മൾ ഫിസിക്കൽ എക്സസൈസ് വഴി ചെയ്യുന്ന വിയർക്കലിന് നമ്മുടെ മസിൽ സ്ട്രെങ്ത്തിനെ കൂട്ടാനാകും. മസിൽ സ്ട്രെങ്ത് കൂടുന്നതിനനുസരിച്ച് തന്നെ നമ്മൾ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി വ്യത്യാസം വരികയും ശരീരത്തിലെ ഷുഗർ ലെവലിൽ കാര്യമായ പോസിറ്റീവായ ചേഞ്ചസ് ഉണ്ടാകുകയും ഷുഗർ ലെവൽ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നത് കൊണ്ട് തന്നെ PCOD പോലെയുള്ള ഹോർമോണൽ പ്രശ്നങ്ങൾ കുറയാൻ അത് വളരെയധികം സഹായിക്കുകയും ചെയ്യും. കൂടാതെ കൃത്യമായി ശരീരത്തിന് വിയർപ്പുണ്ടാകുന്നവരിൽ ഇമ്മ്യൂണിറ്റി, നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂടുകയും രോഗങ്ങൾ കുറയുകയും ചെയ്യും. അതുപോലെ നമ്മുടെ ഇമ്പ്രൂവിങ് മൂഡ്,
നമ്മുടെ മാനസിക വൈകാരിക തലങ്ങൾ ഒന്നുകൂടെ ക്ലിയറായിട്ട് മെച്ചപ്പെടുകയും നമുക്ക് കുറച്ചുകൂടെ പോസിറ്റീവായി ചിന്തിക്കാൻ പറ്റുകയും നമുക്കുണ്ടാവുന്ന അനാവശ്യ ടെൻഷനുകൾ, ആങ്സൈറ്റി, അമിത ഉത്കണ്ഠ എല്ലാം കുറച്ച് കുറയുന്നതായിട്ടും ശരീരവും മനസ്സും കുറച്ചുകൂടെ പ്രസന്നമാകുന്നതായിട്ടും കൃത്യമായി എക്സസൈസ് ചെയ്യുന്നവർക്കത് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. ഫീൽ ഗുഡ് ഹോർമോൺസ്, ഫീൽ ഗുഡ് കെമിക്കൽസ് നമ്മൾ പറയുന്ന സെറട്ടോണിൻ, ഡോപ്പമൈൻ പോലെയുള്ള കെമിക്കൽസ് ബ്രെയിനിൽ കൂടുതലായിട്ട് ഉണ്ടാവുകയും ഒരു റിലാക്സ് മൂഡിലേക്ക് ശരീരം വരികയും ചെയ്യും. അതുപോലെ ഉറക്കം കൃത്യമാക്കാനും, ഉറക്കക്കുറവുള്ളവർ, ഉറക്ക കൂടുതലുള്ളവർ, ഇതെല്ലാം മാറി ഉറക്കത്തിന് കൃത്യമായിട്ടുള്ള ഒരു പാറ്റേൺ ക്രമപ്പെടാനും കൃത്യമായ സ്വെറ്റിംഗ്, ഫിസിക്കൽ എക്സസൈസ് ഇവ സഹായിക്കും. അതുപോലെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട നാച്ചുറൽ ഡീടോക്സിഫിക്കേഷൻ മെത്തേഡ് ആണ് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ്. പലതരത്തിലുള്ള ഡയറ്റ് നമ്മൾ കേട്ടിട്ടുണ്ടാകും, പലതരത്തിലുള്ള ഫാസ്റ്റിംഗ് മെത്തേഡുകൾ നമ്മൾ കേട്ടിട്ടുണ്ടാകാം. ഫാസ്റ്റിങ്ങിൽ എല്ലാ രാഷ്ട്രങ്ങളിലും, എല്ലാ രാജ്യത്തും, എല്ലാ മതവിഭാഗങ്ങളിലും ഉപവാസം, ഫാസ്റ്റിങ്ങിന് ഒരു പ്രാധാന്യം എപ്പോഴും മതപരമായി തന്നെ വളരെയധികം കൽപ്പിക്കുന്നതായിട്ട് നമുക്ക് അറിയാം. അത് നമുക്ക് പുണ്യം കിട്ടാനോ നമ്മുടെ പ്രാർത്ഥനയുടെ ഗുണം കൂടാനോ എന്നതിൽ എല്ലാം ഉപരി നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഓരോ അവയവങ്ങൾക്കും ഫാസ്റ്റിംഗ്, ഉപവാസം ചെയ്യുന്ന ഗുണപരമായ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാനാവുന്നതിലും അപ്പുറമാണ്. നമ്മുടെ മഹാരഥന്മാരായ എല്ലാ നേതാക്കളും, ഗാന്ധിജി, നെപ്പോളിയൻ, അബ്ദുൽ കലാം പോലെയുള്ള എല്ലാ മഹാനായ നമ്മുടെ പൂർവികരും കൃത്യമായ ഫാസ്റ്റിംഗ് ജീവിതത്തിൽ അനുഷ്ഠിച്ചവരായിരുന്നു. ഗാന്ധിജിയുടെ എല്ലാം ഫാസ്റ്റിങ്ങിനെ പറ്റിയുള്ള ഒരുപാട് ലേഖനങ്ങളും കാര്യങ്ങളും നമുക്ക് അറിയാം. അത്രയും അധികം വൈകാരികമായും മാനസികമായും ഒരുപാട് സ്ട്രെസ്സിലൂടെ കടന്നു പോകേണ്ട അവസ്ഥയുള്ളപ്പോഴും അവരെയൊക്കെ പിടിച്ചു നിർത്തിയത് ഒരു പരിധിവരെ ഈ ഫാസ്റ്റിംഗ് പോലെയുള്ള ചില ശീലങ്ങളും കൂടെയാണ് എന്ന് നമുക്കതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. അപ്പോൾ PCODയിൽ ഫാസ്റ്റിംഗ് കൊണ്ട്, ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും ദൈനംദിന ജീവിതത്തോട് ഏറ്റവും വളരെ എളുപ്പത്തിൽ എടുക്കാൻ പറ്റാവുന്ന ഒരു ഫാസ്റ്റിംഗ് രീതിയാണ് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ്. അതായത് 8 മണിക്കൂറിനുള്ളിൽ ഒരു ദിവസത്തിലെ 24 മണിക്കൂറിനെ 8 മണിക്കൂറും 16 മണിക്കൂറുമായിട്ട് വിഭജിച്ചാൽ ആ 8 മണിക്കൂറിൽ നമ്മൾ കഴിക്കാവുന്ന ഭക്ഷണങ്ങളുടെ ഒരു കൃത്യമായിട്ട് 8 മണിക്കൂറിനുള്ളിൽ ആ ഭക്ഷണത്തിൻ്റെ സമയക്രമം നിശ്ചിതപ്പെടുത്തുകയും ബാക്കിയുള്ള 16 മണിക്കൂർ ഫാസ്റ്റിംഗ് പീരീഡാക്കി മാറ്റുകയും ചെയ്യുന്നതാണ് നമ്മുടെ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ രീതി. പലരും പല രീതിയിൽ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ചെയ്യാറുണ്ട്. അപ്പോൾ ഡെയിലി അനുഷ്ഠിക്കാവുന്ന ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് രീതിയാണ് ഞാൻ പറഞ്ഞത്. അതായത് രാവിലെ 10 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, വൈകിട്ട് 6 മണിയോടുകൂടി അന്നത്തെ ഭക്ഷണം അവസാനിപ്പിക്കുക. പിന്നീട് 16 മണിക്കൂർ വരുന്ന സമയം യാതൊരു വിധത്തിലുള്ള ഭക്ഷണങ്ങളും, അതായത് കാർബോഹൈഡ്രേറ്റും ഉള്ളിൽ ചെല്ലാതിരിക്കുക. വെള്ളം കുടിക്കാം, മധുരമില്ലാത്ത പാനീയങ്ങളെല്ലാം കഴിക്കാം. അപ്പോൾ ഈ 16 മണിക്കൂർ വരുന്ന ഫാസ്റ്റിങ്ങിൽ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ നടക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട ഒന്ന് ശരീരത്തിലെ ഇൻഫ്ലമേഷൻ, ശരീരത്തിലെ നീർക്കെട്ടുകൾ കുറയുന്നു എന്നുള്ളതാണ്. നീർക്കെട്ട് എന്നുള്ളത് വളരെ വേഗമായിട്ട് നമ്മൾ പണ്ട് തൊട്ടേ കേട്ട് ശീലിക്കുന്ന കഴുത്തിന് വരുന്ന നീർക്കെട്ടോ കാൽമുട്ടിൽ വരുന്ന നീരോ ഒന്നുമല്ല. ശരീരത്തിലെ ഓരോ കോശങ്ങളിലും ഇൻഫ്ലമേറ്ററി ചേഞ്ചസ് ഓരോ ദിവസവും ഉണ്ടാവുന്നുണ്ട്. അത്തരത്തിലുള്ള നീർക്കെട്ടുകൾ, ഇൻഫ്ലമേഷൻ ആണ് എല്ലാ ഡിസീസും, എല്ലാ അസുഖങ്ങളും ശരീരത്തിൽ വരുത്തുന്നതെന്ന് പറയാം. അത് അൾഷിമേഴ്സ് ആവട്ടെ, മുട്ടുവേദന ആവട്ടെ, തലച്ചോറിൻ്റെ അസുഖങ്ങളാവട്ടെ, ആസ്മ പോലെയുള്ള ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളാവട്ടെ, എല്ലാത്തിനും ഇൻഫ്ലമേഷൻ, നീർക്കെട്ടുമായിട്ട് ബന്ധമുണ്ട്. അപ്പോൾ എല്ലാ അസുഖങ്ങളും ഒരു ഇൻഫ്ലമേറ്ററി സ്റ്റേജിലൂടെ കടന്നു പോകാറുണ്ട്. അപ്പോൾ അത് തുടക്കത്തിൽ തന്നെ നിയന്ത്രിക്കാനും അത് ക്രമപ്പെടുത്താനും അതിനെ പിന്നോട്ടാക്കാനും കൃത്യമായ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിലൂടെ സാധിക്കും എന്നുള്ളത് എല്ലാ രോഗത്തിൽ നിന്നും ശരീരത്തെ പ്രിവെൻറ്റ് ചെയ്യാൻ ഒരു കൃത്യമായ മാർഗമാണ്. രണ്ടാമത് സെല്ലുലാർ റിപ്പയർ. ഏറ്റവും കൂടുതൽ സെല്ലുലാർ റിപ്പയർ നടക്കുന്നത് ഈ 16 മണിക്കൂർ വരുന്ന ഫാസ്റ്റിംഗ് പീരീഡിലാണ്. സെല്ലുലാർ വേസ്റ്റ് റിമൂവൽ പ്രോസസ്സിനെ ഓട്ടോഫാജി എന്ന് പറയും. അതായത് ശരീരത്തിന് ആവശ്യമില്ലാത്തതും ശരീരത്തിന് അപകടകരമായേക്കാവുന്നതുമായ വേസ്റ്റിനെ റിമൂവ് ചെയ്യുന്ന പ്രവർത്തനമാണ് ഓട്ടോഫാജി. ഈ ഓട്ടോഫാജി ഏറ്റവും ക്ലിയറായ രീതിയിൽ പ്രവർത്തിപ്പിക്കാൻ ഈ ഫാസ്റ്റിങ്ങിനാകും. ഓരോ കോശങ്ങളിലും ഉണ്ടാകുന്ന കേടുപാടുകൾ അന്നന്ന് തന്നെ തീർത്തു പോകുന്നതിന് ഇത് ശരീരത്തെ സഹായിക്കും.
അതുപോലെ ശരീരത്തിൽ കൊഴുപ്പിൻ്റെ സാന്നിധ്യം, കൊഴുപ്പിൻ്റെ ഡെപ്പോസിഷൻ, കൊഴുപ്പ് ശേഖരിച്ച് വെക്കുന്നത് കുറയാനും ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് സഹായിക്കും. നമുക്ക് 12 മണിക്കൂറിന് മുകളിലുള്ള സമയം കാർബോഹൈഡ്രേറ്റ് ശരീരത്തിലേക്ക് കിട്ടാതിരിക്കുമ്പോൾ മാത്രമാണ് ശരീരം വീണ്ടും എനർജറ്റിക്കായി വർക്ക് ചെയ്യാൻ വേണ്ടി ശരീരത്തിൽ ശേഖരിച്ച് വെച്ചിരിക്കുന്ന കൊഴുപ്പിനെ ഉപയോഗിച്ച് തുടങ്ങുകയുള്ളൂ. അപ്പോൾ അത്തരത്തിൽ ഉപയോഗിക്കപ്പെടുന്നത് കൊണ്ട് തന്നെ കൊഴുപ്പിൻ്റെ ശേഖരണം കുറയുകയും കൃത്യമായി ഫോളോ ചെയ്യുന്നതിലൂടെ വളരെ ആരോഗ്യകരമായി തടി കുറച്ചു കൊണ്ടുവരാനും സാധിക്കും. നാം നേരത്തെ പറയുന്നത് പോലെ ഉറക്കം കൃത്യമാവുക, അതായത് നമ്മുടെ ഒരു സിർക്കാഡിയൻ ഋതം അത് കൃത്യമാകുക, അതുപോലെ ഡയബറ്റിക് പ്രമേഹം വരാനുള്ള സാധ്യത കുറയുക, ഇൻസുലിന് കുറച്ചുകൂടെ കാര്യക്ഷമമായി ശരീരത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കുക, നമ്മുടെ ബ്രെയിൻ ഹെൽത്ത്, മെമ്മറി, എൻഡോർഫിൻ പോലെയുള്ള ഫീൽ ഗുഡ് കെമിക്കൽസ് കൂടുതൽ വരുന്നത് കൊണ്ട് തന്നെ മാനസികമായി വളരെ ക്ലാരിറ്റിയോടെ ചിന്തിക്കാനും ഒരുപാട് ദൈനംദിന ജീവിതത്തിലുള്ള സ്ട്രെസ്സിനെ കുറയ്ക്കാനും ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിന് സാധിക്കും. അങ്ങനെ ഒരു മെൻ്റലി ആൻഡ് ഇമോഷണൽ വെൽനെസ് ഫീൽ ചെയ്യുക എന്നുള്ളതാണ് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്ന വേറെ വലിയൊരു മെച്ചം. അതുപോലെ ക്യാൻസർ വരാനുള്ള റിസ്ക് കുറയുക, നമ്മുടെ ശരീരത്തിൻ്റെ കോശങ്ങൾ കേടുപാടുകൾ പരിഹരിക്കപ്പെടുന്നതിലൂടെ ആയുസ് തന്നെ കൂടുന്നത് ലെവലിലേക്ക് നമ്മുടെ ശരീരത്തെ സെറ്റ് ചെയ്യാനും അസുഖങ്ങളെ കുറയ്ക്കാനും നാച്ചുറൽ ഡീടോക്സിഫിക്കേഷനെ പ്രൊമോട്ട് ചെയ്യാനും എല്ലാം ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് സഹായിക്കും. അപ്പോൾ ഏത് ഗൈനക്കോളജിക്കൽ അസുഖമാണെങ്കിലും അത് സ്ത്രീകൾ പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ഒരു നാച്ചുറൽ ഡീടോക്സിഫിക്കേഷൻ മെത്തേഡിനെ പറ്റി കൂടുതൽ അറിഞ്ഞിരിക്കുകയും അത് ജീവിതത്തിൽ പ്രായോഗികമാക്കുകയും ചെയ്യുന്നതിലൂടെ തന്നെ നമുക്ക് ഒരുപാട് അസുഖങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും വളരെ കൃത്യമായ ഒരു ശാരീരിക, മാനസിക, വൈകാരിക ആരോഗ്യത്തോടെ ജീവിക്കാനും സാധിക്കും. തന്മയിൽ ഇന്ന് ശ്രോതാക്കൾ കേട്ടത് PCOD ഉള്ളവരിലെ ഡീടോക്സിഫിക്കേഷന്റെ പ്രാധാന്യത്തെക്കുറിച്ചായിരുന്നു. വിവരങ്ങൾ പങ്കുവച്ചത് മാനന്തവാടി W ആയുർവേദ സ്ത്രീരോഗ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലെ ഡോക്ടർ ശ്രുതി EJ. തന്മയ ആരോഗ്യപൂർണമായ സ്ത്രീ ജീവിതത്തിന് ആയുർവേദ വകുപ്പും റേഡിയോ മാറ്റുലിയും സംയുക്തമായി അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി.